ഹലോ, ഇന്നൊരു കുട്ടി ഈവനിങ് വ്ലോഗുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇവിടെ ഞങ്ങളും അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ ആദ്യം തന്നെ ഫിഷിന് ഫുഡ് കൊടുക്കുകയാണ്. ഇന്ന് മോർണിംഗിൽ കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ്ങിൽ വേഗം അത് കൊടുക്കുകയാണ്. ഇന്ന് വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഈവനിങ്ങിൽ ഫുഡൊന്നും ഉണ്ടാക്കണ്ട. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വലിയ ടാങ്കിലുള്ള ഫിഷിന് 2 നേരം അല്ലെങ്കിൽ 3 നേരം വെച്ചിട്ട് ഫുഡ് കൊടുക്കണം. അത് നല്ലോണം കഴിക്കും. ഫൈറ്ററിന് 1 നേരം മാത്രമേ കൊടുക്കേണ്ടുള്ളൂ. പിന്നെ ആദ്യം കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഗപ്പിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേഗം ചത്തുപോവും. പിന്നെ അങ്ങനെ അതെല്ലാം ഇല്ലാണ്ടായി. പിന്നെ ഗപ്പീനൊന്നും വാങ്ങാൻ നിന്നിട്ടില്ല, ഫിഷിനെ വാങ്ങാൻ നിന്നിട്ടില്ല. ഈ ഉള്ള ഫിഷിനെ മാത്രം നോക്കലുള്ളൂ. കാരണം ചത്തുപോകുമ്പം പിന്നെ അതൊരു ബുദ്ധിമുട്ടല്ലേ. പിന്നെ അതുകൊണ്ട് പിന്നെ അതങ്ങനെ വളർത്തലില്ല, വാങ്ങലില്ല. അപ്പം ഈ ഒരു 2 ഫിഷ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. പിന്നെ സോഫയിൽ കുറച്ച് ഡ്രസ്സും ബാഗൊക്കെ ഉണ്ട്. എവിടെയെങ്കിലും പുറത്തു പോയി വന്നാൽ വേഗം അവിടെ വെക്കാൻ. കാരണം എടുത്ത സാധനം എടുത്തെടുത്ത് വെക്കാൻ പറ്റലില്ല. അപ്പം അതിന് അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റലില്ല. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് മാറ്റാണ്. പിന്നെ ഈ ഒരു കളറ് സോഫ ആയതുകൊണ്ട് തന്നെ പൊടി നല്ലോണം ഉണ്ടാവും. അപ്പോൾ അത് മുട്ടിയിട്ടില്ലെങ്കിൽ അതെടുത്ത് കാണിക്കും. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് അലക്കാനുള്ളതൊക്കെ വേഗം വാഷ്റൂമിൽ പോയിട്ട് വെക്കുന്നുണ്ട്, വാഷിംഗ് മെഷീനിൽ. പിന്നെ ഞാനിതാ ബാഗെല്ലാം തൂക്കി വെക്കാൻ ഈ ഒരു വോളിലാണ് ബാഗെല്ലാം തൂക്കി വെക്കാൻ. പിന്നെ ഞാൻ വേഗം ഒന്ന് ഈ ഒരു ലിവിങ് റൂം മാത്രം ഒന്ന് അടിച്ചു വാരി. വലിയ കച്ചറൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി. വേറെ എവിടെ അടിച്ചു വാരാനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ആ ഒരു പണി വേഗം കഴിഞ്ഞു. പിന്നെ ബെഡ്റൂമിലൊന്നും ക്ലീൻ ചെയ്യാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ ഒരു ലിവിങ് റൂം ക്ലീൻ ചെയ്തിട്ട് നേരെ ഇനി കിച്ചണും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാം. കിച്ചണിൽ ഈ ഒരു പാൻ മാത്രമായിരുന്നു കേട്ടോ കഴുകാനുണ്ടായിക്കുള്ളൂ. വേറെ ഒന്നുമില്ല കഴുകാൻ. കാരണം അതെല്ലാം എന്നേരം കഴുകുന്നതുകൊണ്ട് പിന്നെ ഇല്ല. പിന്നെ എന്നേരം കഴുകിയില്ലെങ്കിൽ പിന്നെ അത് വലിയ ഇതായിട്ട് വരും. അപ്പോൾ ഓരോ പണിയെടുക്കുമ്പോൾ തന്നെ എന്നേരം കഴുകുന്നതുകൊണ്ട് പാത്രങ്ങളൊന്നും കഴുകാനില്ലായിരുന്നു. പിന്നെ രാത്രി ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് രാത്രിയില്ല. കാരണം വെച്ചാൽ ഉച്ചക്ക് ഹസ്ബൻഡിന് ലഞ്ച് കൊണ്ടുപോയതാണ്. പക്ഷേങ്കിൽ ഹസ്ബൻഡിൻ്റെ ഉച്ചയ്ക്ക് ഇരുന്ന് ഞാൻ അങ്ങോട്ടേക്ക് വരാം ബിരിയാണി വാങ്ങിയിട്ട്. ലഞ്ചും ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവന്ന് ഇവിടുന്ന് കൊണ്ടുപോയത്. പിന്നെ ബിരിയാണി വാങ്ങിയതും ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാത്രി ഇനി ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അതുതന്നെ കഴിക്കാനേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ക്ലീനിങ് മാത്രമേ കഴിഞ്ഞാൽ പിന്നെ ഇനി ഇങ്ങോട്ട് ഇറങ്ങണ്ടല്ലോ. ഹസ്ബൻഡെല്ലാം വന്നാൽ പിന്നെ ഞാൻ കിച്ചണിൽ ഇറങ്ങില്ല കേട്ടോ. അന്നേരം ഇത് ഭയങ്കര മടിയായിരിക്കും ഇറങ്ങാൻ. പിന്നെ ആ പണിയൊക്കെ കഴിഞ്ഞാൽ ഈ ക്ലീനിങ് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ജനൽ തുറന്നിട്ട് ഞാൻ നേരം പൂട്ട് കേട്ടോ. ജനൽ ഇവിടെ തുറക്കാൻ പറ്റില്ല. ഇവിടെ ജനൽ തുറന്നാൽ ഈച്ച കയറും. നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ഈച്ചയല്ല. നാട്ടിലത്തെ ഈച്ചയെല്ലാം ഈ എന്താ പറയുക, ടൈലും മേലും അവിടെ ഇരിക്കും. ഇതെന്ന് വെച്ചാൽ ചെവിയിലോട്ട് ഭയങ്കര ഇടങ്ങാറാണ്. കിടക്കാനും ഇരിക്കാനൊന്നും പറ്റില്ല. ഒരു സൗണ്ട് ഇങ്ങനെ ചെവീൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കളിക്കും. പിന്നെ അതിനെ ഹിറ്റ് എടുത്തിട്ട് അതിനെ കൊന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ജനൽ തുറക്കലില്ല. ജനൽ തുറന്നാൽ കുറേ കയറുകയും ചെയ്യും ഈച്ച. അപ്പോൾ ഇതാ വേഗം ഈ ഗ്യാസ് സ്റ്റൗ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ ഈ തുടച്ച തുണി ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് കഴുകിയിട്ട് ആറിയിട്ടാൽ ഇന്നത്തെ ഈ ഒരു ക്ലീനിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ. ക്ലീനിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വേഗം ഒന്ന് റൂമെല്ലാം ഒന്ന് പുകയ്ക്കുന്നതാണ്. ഞാൻ കിച്ചണിൽ ചന്ദനത്തിരി കേട്ടോ ഉപയോഗിക്കും. എനിക്ക് ചന്ദനത്തിരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കിച്ചണിൽ ചന്ദനത്തിരി ഉപയോഗിക്കും. പിന്നെ ഞാൻ റൂമിലും ഹാളിലൊക്കെ ഞാൻ പുകയ്ക്കും. കുന്തിരിക്കാണ് ഇപ്പം പുകയ്ക്കുന്നത്. ആദ്യം ബുഹൂറായിരുന്നു ഉപയോഗിക്കൽ. ബുഹൂറ് ഞാൻ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതാണ് ചെറിയ റേറ്റിന്. അപ്പം അതേ നേരം സ്മെല്ല് നിൽക്കുന്നില്ല. പിന്നെ ഇപ്പം ഞാൻ 2 സൈക്കിളിൽ കുന്തിരിക്കം വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ നല്ലോണം സ്മെല്ല് നിൽക്കുന്നുണ്ട് കേട്ടോ. 1 മണിക്കൂറിൻ്റെ മേലേക്ക് സ്മെല്ല് നല്ലോണം നിൽക്കുന്നുണ്ട്. റെഡ് കളർ ബോക്സിലുള്ള ചാർക്കോൾ വാങ്ങുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീ വേഗം പിടിക്കും. പിന്നെ നമ്മൾ റൂമിലേക്ക് കൊണ്ടുപോയി പുകച്ച ശേഷം റൂം പൂട്ടുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം തന്നെ ലോങ് ലാസ്റ്റ് ചെയ്യും സ്മെല്ല്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്.
അപ്പോൾ ഇതാ ഞാൻ വേഗം ഹാളിൽ കൊണ്ടുപോയിട്ട് ബുഹൂർ കുറച്ച് നേരം വെക്കും. പിന്നെ ഇത് ഇന്നത്തെ ഈവനിങ് വ്യൂ ആണ്. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.